السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. കഴിഞ്ഞ ക്ലാസ്സിൽ 94-ാമത്തെ വചനമാണ് നാം പൂർത്തീകരിച്ചത്. 95, 96 വചനങ്ങളിലെ പാരായണ നിയമങ്ങളും അതിൻ്റെ കേവലാർത്ഥങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. ഒന്നുകൂടി ആ ആയത്തുകൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. നബിയെ പറയുക, പരലോക ഭവനം മറ്റുള്ള മനുഷ്യരെ കൂടാതെ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവിൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. യഹൂദ വിഭാഗത്തോട് അവരുടെ അവകാശവാദമായ പരലോകം അവർക്ക് മാത്രമാണ്, അവിടെയുള്ള വിജയം അവരുടേത് മാത്രമാകുന്നു എന്ന് അവർ അവകാശപ്പെടുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ മരിക്കാമല്ലോ, മരിക്കുന്നതിന് പ്രയാസമില്ലല്ലോ, മരണത്തിന് നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കാം, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കാമല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. അതിനുശേഷമാണ്, എന്നാൽ അതിന്റെ യഥാർത്ഥമായ അവസ്ഥയാണ് അടുത്ത ആയത്തിൽ സൂചിപ്പിക്കുന്നത്. وَلَنْ يَتَمَنَّوْهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ وَلَنْ يَتَمَنَّوْهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ. വലൻ യതമന്നൗഹു,
അവർ അതിന് കൊതിക്കുകയേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവർ അതിന് കൊതിക്കുകയേ ഇല്ല. ഇവിടെ വലൻ യതമന്നൗഹു, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാവ് വലൻ യതമന്നൗഹു എന്ന് പറയുന്നിടത്തുള്ള വാവ് ഇസ്തിഗ്നാഫിന്റെ വാവാണ്. വാവ് ഇസ്തിഗ്നാഫിന്റെ വാവാണ്. ഒരു പ്രത്യേക കാര്യം പറഞ്ഞതിന് ശേഷം എന്നാൽ വലൻ യതമന്നൗഹു, അവർ അതിന് കൊതിക്കുകയേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ലൻ യതമന്നൗഹു, ലൻ ലൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലൻ ഹർഫ് നഫിയാണ്. അത് നസ്ബിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നസ്ബിന്റെ ഹർഫാണ്. അത് നഫിക്ക് വേണ്ടിയിട്ട്, നിഷേധത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഹർഫ് നസ്ബ് വനഫി. നവാസിബിൽ പെട്ടതാണ് ലൻ. അൻ, ലൻ, ഇദൻ, കൈ എന്നതെല്ലാം നവാസിബിൽ പെട്ടതാകുന്നു. ശേഷം വരുന്ന മുദാരിഇന്റെ ഫിഅല്, മുദാരിയായ ഫിഅല്, അതിനെ ഇത് നസ്ബ് ചെയ്യുന്നു. അപ്പൊ സാധാരണ ലൻ എന്നതിന് ശേഷം മുദാരി ആയ ഫിഅലാണ് വരിക. ലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷേധമാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന അർത്ഥമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ തമന്ന എന്നതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തിൽ ഫതമന്നവുൽ മൗത, നിങ്ങൾ മരണത്തെ കൊതിക്കുവിൻ, അത് കൽപ്പനയാണ്. തമന്ന യതമന്ന എന്നതിൽ നിന്ന് അതിന്റെ ബഹുവചനാർത്ഥത്തിൽ ജംഇന്റെ രൂപത്തിലുണ്ടാകുന്ന ഫിഅല് അംറാകുന്നു തമന്നൗ എന്നത്. അപ്പോൾ അവിടെ തമന്നൗ എന്നതിൽ നിന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. തമന്ന എന്ന ഫിഅലിനെ കുറിച്ച് തമന്ന യതമന്ന, അതിന്റെ ഫിഅലായി വരുന്ന രൂപമാണ് യതമന്നൗന. യതമന്നൗന. അതിനു മുമ്പിൽ ലൻ വന്നു കഴിഞ്ഞാൽ മുദാരിഇന്റെ നൂനിനെ, അതായത് അവസാനത്തെ നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട് അതിന് നസ്ബ് ചെയ്യുന്നു. ലൻ ഇവിടെ യതമന്നൗന എന്നത് ലൻ യതമന്നൗ എന്നായി മാറുന്നു. ലൻ യതമന്നൗ എന്നായി മാറുന്നു. അപ്പോൾ ഇവിടെ യതമന്നൗഹു, ലൻ യതമന്നഹു എന്നാണ്. വലൻ യതമന്നൗഹു, ഇവിടെ യതമന്നൗ എന്നത് ഫിഅൽ മുദാരി' മൻസൂബാകുന്നു. ഫിഅൽ മുദാരി' മൻസൂബാകുന്നു. യതമന്നൗ എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുദാരി' മൻസൂബാണ്. നസ്ബ് ചെയ്യപ്പെട്ട ഫിഅൽ മുദാരിയാണ് വലൻ യതമന്നൗ എന്ന് പറയുമ്പോൾ. അവിടെ യതമന്നൗന നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള വാവ് അത് ജമ്മിന്റെ വാവാണ്, അല്ലെ? ജമ്മിന്റെ വാവാണ്. ആ ജമ്മിന്റെ വാവ് അവർ എന്ന അർത്ഥത്തിലുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ ആ വാവ് വാവുൽ ജമാഅത്താണ്. വാവ് അൽ ജമാഅത്താകുന്നു. യതമന്നൗ എന്ന് പറയുന്ന അവസാനത്തെ വാവ് വാവുൽ ജമാഅത്താണ്. ആ വാവുൽ ജമാഅത്ത് അതിലടങ്ങിയിട്ടുള്ളത് ളമീറാണ്. മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്അ് ഫാഇൽ. റഫ്ഇന്റെ സ്ഥാനത്ത് സുകൂനിൽ മബ്നിയാകുന്ന ളമീറാണ്, അതാണ് വാവുൽ ജമാഅത്ത്. നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. മിക്കവാറും ആയത്തുകളിലുള്ള പ്രയോഗവുമായതുകൊണ്ട് ഇത് പലപ്പോഴായി വിശദീകരിച്ചിട്ടുള്ളതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വലൻ യതമന്നൗഹു, അവിടെ ഹാ, യതമന്നൗഹു എന്ന അൽ ഹാ, അതെന്താണ്?
അതിനെ ഇവിടെ അർത്ഥം എന്താണ് വരിക? വലൻ യതമന്നൗഹു എന്ന് പറയുമ്പോൾ അവർ അതിനെ കൊതിക്കുകയില്ല. അതെ, മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അൽഹാഉ ളമീർ മബ്നിയുൻ അല ദ്ദമ്മി ഫി മഹല്ല് നസ്ബ്. കാരണം മഫ്ഊൽ ബിഹി നസ്ബിന്റെ ളമീറാണ് അൽഹാ. ഹുവ എന്ന ളമീർ അത് ഇങ്ങനെ മഫ്ഊൽ ബിഹി ആയി വരുന്ന സന്ദർഭത്തിൽ ഹു വലം യതമന്നൗഹു എന്ന് ഹു എന്നത് ളമ്മിൽ അത് മബ്നിയാണ്. അതാണ് യതമന്നൗഹു, അതാണ് മബ്നിയൻ അല ളമ്മ് എന്ന് പറഞ്ഞത്. ളമ്മിൽ മബ്നിയാണ്. മബ്നിയാവുക എന്ന് പറഞ്ഞാൽ മാറ്റം വരില്ല, അവസാനത്തെ അതിന് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ മബ്നിയൻ അല ളമ്മി ഫി മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി ആയത്. വലൻ യതമന്നൗഹു അബദൻ. ഇവിടെ അർത്ഥം വലൻ യതമന്നൗഹു, അതിനെ അവർ അതിന് കൊതിക്കുകയേ ഇല്ല, ഒരിക്കലും കൊതിക്കുകയില്ല. വലൻ യതമന്നൗഹു അബദൻ. അബദൻ വലൻ യതമന്നൗഹു അബദൻ, ഒരിക്കലും കൊതിക്കുകയില്ല, ഒരു കാലത്തും എന്നർത്ഥം. അൽ അബദ് എന്ന ഇസ്മിന്റെ രൂപത്തിൽ വരുമ്പോൾ അൽ അബദ് കലാകാലം എന്ന അർത്ഥത്തിലാണ്, എന്നേക്കും എന്ന അർത്ഥത്തിലാണ് അൽ അബദു വരുന്നത്. എന്നാൽ ഇവിടെ അബദൻ എന്ന് പറയുമ്പോൾ അത് ലർഫാണ്. ലർഫ് കാലത്തെ സൂചിപ്പിക്കുന്നതായത് കൊണ്ട് അത് ലർഫ് സമാനാണ്. ലർഫ് സമാൻ എപ്പോഴും മൻസൂബാകുന്നു. അതുകൊണ്ടാണത് അബദൻ എന്ന് പറയാനുള്ള കാരണം. അബദൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും. വലൻ യതമന്നൗഹു അബദൻ. അപ്പോൾ അതിന്റെ അർത്ഥം വരിക അവർ അതിന് കൊതിക്കുകയേ ഇല്ല ഒരു കാലത്തും. അവർ അതിനെ ഒരു കാലത്തും കൊതിക്കുകയേ ഇല്ല. വലൻ യതമന്നൗഹു അബദൻ. കാരണം എന്താണ്? ആ കാരണമാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അവരെന്താണ് കൊതിക്കുകയേ ഇല്ല എന്ന് പറയാനുള്ള കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം. ബിമാ ഖദ്ദമത് ഐദീഹിം. ബിമാ ഖദ്ദമത് എന്ന് പറഞ്ഞാൽ മുൻ ചെയ്തത് നിമിത്തം എന്നാണ്. ബി കൊണ്ട്, നിമിത്തം കാരണത്തെ സൂചിപ്പിക്കാനാണ്. ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹർഫ് ജറാണ്. ഹർഫ് ജറാണ്. അവിടെ അർത്ഥം എന്താണ്? അർത്ഥം നിമിത്തം. ബി മാ. മാ എന്നത് ഇസ്മ മൗസൂലാണ്. മാ എന്നത് ഇസ്മ മൗസൂലാകുന്നു. ഇസ്മ മൗസൂൽ എന്ന് പറയുമ്പോൾ ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മ മൗസൂൽ, ഏതൊരു ഇസ്മും അത് മജ്റൂറാണ്. അപ്പൊ ഇവിടെ മാ ഇസ്മ മൗസൂലാണെന്ന് പറയുമ്പോൾ മാ എന്നത് നമുക്കറിയാം അത് മബ്നിയായ ഒരു ഇസ്മാണ്, സുക്കൂനിലാണ്, അത് മബ്നിയാണ്. ബിമാ എന്നത് ഇസ്മ മൗസൂലാണ്, മബ്നിയുൻ അല സുക്കൂനാണ്. അത് ജറിന്റെ സ്ഥാനത്ത് വരണം ആണ് വരുന്നത്, കാരണം അത് മുമ്പ് ഹർഫ് ജർ വന്നത് കൊണ്ട്. അപ്പൊ മാ എന്ന് പറയുന്നത് ഇസ്മ മൗസൂലാണ്, മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് ജർ. ബിമാ ഖദ്ദമത്. അപ്പൊ യാതൊന്ന് കൊണ്ട്, യാതൊന്ന് നിമിത്തം. അപ്പൊ വലൻ യതമന്നൗഹു അബദൻ, അവരതിനെ കൊതിക്കുകയേ ഇല്ല, അവരതിനെ കൊതിക്കുകയേ ഇല്ല. ബിമാ യാതൊന്ന് നിമിത്തം. എന്താണ് ആ യാതൊന്ന്? ആ കാര്യം എന്താണ്? ഖദ്ദമത്, മുൻ ചെയ്തു. മുൻ ചെയ്തു എന്നാണ് മലയാളത്തിൽ അതിന്. ഖദ്ദമത്, ഖദ്ദമ. ഖദ്ദമത്ത് എന്ന് പറയുമ്പോൾ തഅനീസാണ്, അവസാനം വരുന്ന താ തഅനീസിന്റെ തായാണ്. ഖദ്ദമ യുഖദ്ദിമു.
അത് ഖദമ യഖ്ദുമു, അതാണ് അതിന്റെ അസ്ലിയായ പദം. ഖദമ ഖദമ യഖ്ദും, ഖദമ യഖ്ദും, അതാണ് അതിന്റെ മുജറദായിട്ടുള്ള രൂപം. എന്നാൽ ഇവിടെ ഖദ്ദമ എന്ന് പറയുമ്പോൾ അതിന്റെ വസന് ഇത് ഫഅല യഫ്ഉലു വസനിൽ വരുന്ന ഒരു ഫിഅലിന്റെ ഫഅല വസനിലാണ് ഖദ്ദമ വരുന്നത്. ഖദ്ദമ വരുന്നത്. അപ്പോൾ ഖദ്ദമ യുഖദ്ദിമു, അതാണ് ഖദ്ദമ ഖദ്ദമത്. ഖദ്ദമ യുഖദ്ദിമു, അതിന്റെ മസ്ദർ തഖ്ദീം എന്നാണ് വരിക. അതിന്റെ മസ്ദർ തഖ്ദീം എന്നാണ് വരിക. അതിന്റെ ഫാഇൽ മുഖദ്ദിമാണ്, അതിന്റെ മഫ്ഊൽ മുഖദ്ദമുൻ എന്നാകുന്നു. ഇവിടെ ഖദ്ദമ എന്ന് പറഞ്ഞാൽ സാധാരണ പല മുന്നിലേക്കാക്കി എന്നർത്ഥം പറയാം. മുൻകടന്നു എന്ന അർത്ഥം പറയാം. ഇവിടെ മുൻകടന്നു, മുൻ ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഖദ്ദമ ഇവിടെ വന്നിട്ടുള്ളത്. ഖദ്ദമത്, മുൻ ചെയ്തു എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ മുൻകടന്നു എന്നർത്ഥം പറയാം. അപ്പോ ഖദ്ദമ ഖദ്ദമത്ത് ഐദീഹിം, ഇവിടെ യദുൻ എന്നതിന്റെ ബഹുവചനമാണ് ഐദി. നേരത്തെ പഠിച്ചതാണ്. യദുൻ, അതിന്റെ ജമ്മ ഐദിൻ. ഇവിടെ അവരുടെ കൈകൾ, അതാണ് ഐദീഹിം. ഐദീഹിം എന്ന് വരുന്നത് ഐദിൻ എന്നാണ് ജംഅ്. അതുകൊണ്ട് അത് ഹും എന്ന അവരുടെ എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അത് ഐദീഹിം എന്നായി മാറും. ഇവിടെ യദുൻ ജംഅ് ഐദിൻ എന്ന് പറയുന്നത് മുഅന്നസാണ്. അതുകൊണ്ടാണ് ഖദ്ദമത് എന്നായത്. ഖദ്ദമത് ഐദീഹിം. ഇവിടെ ഖദ്ദമത് എന്ന് പറയുമ്പോൾ ഫിഅല് മാദി, ഖദ്ദമത് ഫിഅല് മാദി മബ്നിയുൻ അലൽ ഫത്ഹ്, ഖദ്ദമത് എന്നാണ്. അങ്ങനെ അത് ഇങ്ങനെ ഖദ്ദമത് ഫിഅല് മാദി മബ്നിയുൻ അലൽ ഫത്ഹ്. താ എന്താണ്? അത്താഉ ലിത്തഅനീസ്, അത്താഉ ലിത്തഅനീസ്, തഅനീസിന് വേണ്ടിയിട്ടാണ് താ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിനുശേഷം വരുന്ന ഫാഇലായി വരുന്നത്, ഈ ഖദ്ദമത് എന്നതിന്റെ ഫാഇൽ ആരാണ്? ഐദാണ്, കൈകൾ. അത് മുഅന്നസാണ്. അതുകൊണ്ട് ഫാഇല് മുഅന്നസായതുകൊണ്ട് ഖദ്ദമത് എന്ന് പറയുന്നു. ഐദീഹിം, ഐദീഹിം എന്ന് പറയുന്നത് ഐദെന്താണ്? അത് ഫാഇലാണ്, മർഫൂ ആയി വരുന്ന ഫാഇലാകുന്നു. അപ്പൊ ഐദിൻ എന്നതിന്റെ ബഹുവചനമാണ് യദുൻ എന്നതിന്റെ ബഹുവചനമാണ് ഐദിൻ എന്ന് പറയുന്നത്.
അത് ഹും എന്നതിലേക്ക് അവരുടെ കൈകൾ എന്നത് ഇളാഫത്ത് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഐദീഹിം എന്നായി മാറുന്നത്. അപ്പൊ അത് മുദാഫ്. അവിടെ ഹും എന്നത് ളമീറാണ്, ഐദ് എന്ന് പറയുന്നത് ഫാഇൽ മർഫൂ ആണ്. ഹും എന്ന് പറയുമ്പോൾ അത് ളമീറാണ്, മബ്നിയുൻ അലാ സുകൂൻ ഫീ മഹല്ല് ജർ മുദാഫ് ഇലൈഹി. മുദാഫ് ഇലൈഹി ആണ്, അതുകൊണ്ടത് ജറിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. മബ്നി സുക്കൂനിൽ മബ്നിയാണ്, പക്ഷേ അത് ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോ ഖദ്ദമത് ഐദീഹിം ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം, അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ. വല്ലാഹു അലീമുൻ ബിൽളാലിം, വല്ലാഹു അലീമുൻ ബിൽളാലിമീൻ. അല്ലാഹു വാവ്, വല്ലാഹു നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിനാഫിന്റെ ഹർഫാണ്. വല്ലാഹു എന്നത് ഇസ്മുൽ ജലാലത്താണ്. മർഫു ആണ്, കാരണം മുബ്തദ ആയതുകൊണ്ട്. മുബ്തദ മർഫു. വല്ലാഹു അലീമുൻ, അല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ. അല്ലാഹു അലീമുൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണ്, വളരെയധികം അറിയുന്നവനാകുന്നു. അലീമുൻ, വളരെ അറിയുന്നവനാകുന്നു. അലീമുൻ എന്നത് ഖബർ, അല്ലാഹു മുബ്തദ ആണ്, ഇവിടെ ഖബറാണ് അലീമുൻ, അത് മർഫൂ ആയി വരുന്ന ഖബറാണ്. ബിദ്ദാലിമീൻ, ബി ഹർഫ് ജറാണ് അല്ലേ. ബിദ്ദാലിമീൻ, അദ്ദാലിമൂൻ, ളാലിമുൻ അക്രമി, അതിന്റെ ബഹുവചനമാണ് ളാലിമൂന എന്നാണ്. ളാലിമുൻ ജംഉ ളാലിമൂന, ളാലിമുൻ ജംഉ ളാലിമൂന. അപ്പോ അത് മഅരിഫയായിട്ട് വരുമ്പോൾ അദ്ദാലിമൂന, അദ്ദാലിമൂന അക്രമികൾ. അപ്പോൾ ബി വന്നതുകൊണ്ട്, ഹർഫ് ജർ അതിന് മുമ്പിൽ വന്നതുകൊണ്ട് ളാലിമൂന എന്നത് ളാലിമീന എന്നായി മാറുന്നു. കാരണം അത് ഇസ്മു മജ്റൂറാകുന്നു. അപ്പോൾ വാവ് നൂന് യാ നൂനായി മാറുന്നു. അപ്പോൾ അത് ഇസ്മു മജ്റൂർ. വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ. ഇവിടെ ബിദ്ദാലിമീൻ, ളാലിമീൻ എന്നത് ഇസ്മു മജ്റൂർ. ഇസ്മുൽ മജ്റൂർ. അല്ലാഹു അക്രമികളെപ്പറ്റി അറിയുന്നവനാകുന്നു. അല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ, അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ. അല്ലാഹു അക്രമികളെപ്പറ്റി ശരിക്കും അറിയുള്ളവനാകുന്നു. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ, വലതജിദന്നഹും തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. വലതജിദന്നഹും, വലതജിദന്നഹും തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ്. ഇവിടെ വാവ് വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ. ഖുൽ
إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم വാവ് ഇവിടെ ഹർഫ് ഇസ്തിനാഫാണ്. ആയിട്ടാണ് മനസ്സിലാവുന്നത്. അത് ലതജിദന്നഹും ലതജിദന്നഹും ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലാമുൽ ഖസ്മാണ്, സത്യം ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ടും അങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലാം. ലാമുൽ ഖസ്മാണ്. തജിദന്നഹും ഇവിടെ വജദ യജിദ് വജദ യജിദ് വജദ അവൻ കണ്ടെത്തി, യജിദു അവൻ കണ്ടെത്തുന്നു. അതിൻ്റെ വജദ യജിദു അതിൽ നിന്നുണ്ടാകുന്ന യജിദു യജിദാനി യജിദൂന തജിദു തജിദാനി യജിദ്ന പിന്നീട് തജിദു. അതിന്റെ സീഗ എന്താണ്? തജിദു എന്ന് പറയുമ്പോൾ തജിദു എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ നീ ഇവിടെ വലതജിദന്നഹും ഹാദർ മുദക്കർ മുഫ്രദാണ്. ഈ വജദ യജിദു എന്ന ഫിഅല്, ആ ഫിഅല് അതെന്താണ്? ഫിഅല് മാദി സഹീഹാണോ അതോ മുഅ്തല്ലാണോ? അത് മുഅ്തല്ലായ മിസാൽ വാവി അല്ലേ? അത്തരത്തിലുള്ള മുഅ്തല്ലായ ഫിഅലാണ്. അപ്പോൾ വജദ യജിദു, ഇവിടെ തജിദു, ഇവിടെ തജിദു എന്ന് പറയുമ്പോൾ നീ കണ്ടെത്തുന്നു എന്നർത്ഥം. ലതജിദന്ന, ഇവിടെ ശ്രദ്ധിക്കുക, ലതജിദന്ന ഇവിടെ ഒരു നൂന് ഉപയോഗിച്ചിട്ടുണ്ട്. തജിദന്ന, ആ നൂന് തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂനാണ്. അന്നൂനും തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂനാണ്. അപ്പൊ ഇവിടെ തജിദു എന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ രൂപം വല തജിദന്ന എന്ന് പറയുന്നത് ദാലിന് തജിദന്ന, അവിടെ നൂന് തൗക്കീദ് ഉപയോഗിക്കുമ്പോൾ അവിടെ തജിദ എന്നാണ് വരുന്നത്. തജിദ അതിലേക്ക് നൂന് വരിക. അപ്പം നൂന് തൗക്കീദ് വരുമ്പോ തജിദ എന്ന് പറയുന്നത് ഫിഅൽ മുളാരി മബ്നിയുൻ അലൽ ഫത്ഹ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഫിഅൽ മുളാരി. അതിന് ശേഷം നൂന് തൗക്കീദ് വരുന്നു. വലതജിദന്ന എന്ന് പറയുമ്പോൾ ഒരു കാര്യം
ഉറപ്പായിട്ടും സംഭവിക്കുന്നതിന് ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുന്ന ശൈലിയാണ്. വലതജിദന്ന, തീർച്ചയായും നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ഹും, വലതജിദന്ന ഹും, അവരെ. ഇവിടെ അവരെ എന്നുള്ള ഹും എന്ന് അത് ളമീർ മബ്നിയുൻ അല സുക്കൂൻ. في محل نصب، في محل نصب, കാരണം മഫ്ഊൽ ബിഹി ആയിട്ടാണ് അത്. വലതജിദന്നഹും, വലതജിദന്നഹും. വലതജിദന്നഹും, വലതജിദന്നഹും അഹ്റസന്നാസി, അഹ്റസന്നാസി. അഹ്റസന്നാസി എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവർ, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവർ. അഹ്റസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഹമുള്ള എന്നർത്ഥം. അഹ്റസന്നാസി, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ള. അത് ഹറസ യഹ്രിസു, ഹിർസ്. ഹറസ യഹ്രിസു ഹിർസ്. ഹറസ അങ്ങേറ്റം ആഗ്രഹിച്ചു. ഇൻ തഹ്രിസ് അലാ ഹുദാഹും വ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ യضل എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നീ അവരുടെ മാർഗദർശനത്തിന് വേണ്ടി, ഹിദായത്തിന് വേണ്ടിയിട്ട് നീ അങ്ങേറ്റം ആഗ്രഹിച്ചാലും ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യضل, അള്ളാഹു ആരെ വഴിവിളക്കാക്കുന്നുവോ അവരവൻ ഹിദായത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇവിടെ ഹറസ യഹ്രിസു എന്നതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു തഫ്ളീലായിട്ട്, ഇസ്മു തഫ്ളീലായിട്ടാണ് അഹ്റസ് വരുന്നത്. അഹ്റസു, അഹ്റസു ഇസ്മു തഫ്ളീലാണ്. അത് അഹ്റസുന്നാസി, ജനങ്ങളിൽ ഏറ്റവും മോഹമുള്ളവർ. അന്നാസ് ഇവിടെ മുദാഫ് ഇലൈഹിയാണ്, അതുകൊണ്ടാണത് അഹ്റസുന്നാസി എന്ന് പറയുന്നത്. അന്നാസ് ജനങ്ങളിവിടെ, അന്നാസ് എന്ന് പറയുന്നത് മുദാഫ് ഇലൈഹിയാണ്. അഹ്റസു അന്നാസി, വലതജിദന്നഹും അഹ്റസ എന്ന് പറയാനുള്ള കാരണം എന്താ? അഹ്റസ എന്തായിരിക്കും? അഹ്റസന്നാസി എന്ന് പറയാനുള്ള കാരണം വീണ്ടും രണ്ടാമത്തെ ഒരു മഫ്ഊൽ ബിഹിയാണ്. നേരത്തെ വലതജിദന്നഹും, അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസന്നാസി മഫ്ഊൽ ബിഹി എന്ന് പറയുമ്പം വജദ യജിദു, ആ തജിദു എന്നതിലേക്കാണത് പോകുന്നത്. നീ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസ, മോഹമുള്ളവരായി. അത് രണ്ടാമത്തെ മഫ്ഊൽ ബിഹി സാനി, രണ്ടാമത്തെ മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരുന്നത്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ, അലാ ഹയാത്തിൻ, ജീവിതത്തിന്, ജീവിതത്തിനുമേൽ അങ്ങേയറ്റം മോഹമുള്ളവർ. ജനങ്ങളിൽ ജീവിതത്തിനുമേൽ അങ്ങേയറ്റം മോഹമുള്ളവർ. അല ഹയാത്തിൻ, അതാണ് അല എന്ന് പറയുന്നത് ഹർഫ് ജറാണ്.
ഹയാത്ത് ജീവിതം ഇസ്മാണ്. അപ്പോൾ ഹയാത്ത് എന്ന് പറയുമ്പോൾ അത് ഇസ്മ മജ്റൂറാണ്. അല ഹർഫ് ജറാണ്. ഹയാത്ത് എന്നത് ഇവിടെ ഇസ്മ മജ്റൂറാണ്. അല ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ. ഇവിടെ എന്താ അർത്ഥം? വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ. നിശ്ചയമായി മനുഷ്യരിൽ വെച്ച് ജീവിതത്തിന് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. വമിനല്ലദീന അശ്റകൂ, ശിർക്ക് സ്വീകരിച്ചവരെക്കാൾ തന്നെയും. ഇവിടെ വമിനല്ലദീന അശ്റകൂ എന്നതിൽ നിന്ന് അതിന്റെ അർത്ഥം മിന എന്നത് വമിനല്ലദീന അശ്റകൂ ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും എന്ന അർത്ഥത്തിലല്ല, ശിർക്ക് ചെയ്യുന്നവരെക്കാൾ എന്ന, ശിർക്ക് ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഇതിന്റെ അർത്ഥം മിന എന്നതിന്റെ വമിനല്ലദീന അശ്റകൂ, വാവ് ഹർഫ് അത്ഫാണ്. മിന എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അല്ലദീന ഇസ്മ മൗസൂലാണ്. മൗസൂല് മബ്നിയുൻ അലൽ ഫത്ഹ ഫീ മഹല്ല് ജർ. വമിനല്ലദീന, അല്ലദീന മിന്നിന് ശേഷമാണ് വരുന്നത്. മിൻ എന്നതിന് ശേഷം അല്ലദീന എന്ന ഇസ്മു വരുമ്പോൾ അത് മജ്റൂറാവണം. പക്ഷെ മജ്റൂറാവാൻ അല്ലദീന മബ്നിയാണ്. അതുകൊണ്ട് അതിന്റെ അവസാനത്തിൽ മാറ്റം വരില്ല. അല്ലദീനി എന്നൊന്നും ആവില്ല. വമിനല്ലദീന, അതുകൊണ്ടാണത് ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഇസ്മു മൗസൂലാണ്. അത് ജറിന്റെ സ്ഥാനത്താകുന്നു. ഇസ്മു മൗസൂൽ മബ്നിയുൻ അലൽ ഫത്ഹ ഫീ മഹല്ല് ജർ. വമിനല്ലദീന അശ്റകൂ, അശ്റകൂ എന്ന് പറഞ്ഞാൽ ശിർക്ക് സ്വീകരിച്ചു അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു. വഅശ്റക യുശ്രികു, അശ്റക യുശ്രികു ഫിഅൽ മുദാരിയാണ്. യുശ്രികു എന്ന ഫിഅൽ മുദാരിയാണ്. അശ്റകൂ എന്ന് പറയുമ്പോൾ ഫിഅൽ മാദി മബ്നിയുൻ അലൽ ദമ്മ, അത് മബ്നിയുൻ അലൽ ദമ്മാണ്. അശ്റകൂ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഫിഅൽ മാദി മബ്നിയുൻ അലൽ ദമ്മി അശ്റകൂ. പിന്നെ ശേഷം വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്ത് നമുക്ക് കാണാൻ സാധിക്കും. يود أحدهم لو يعمر ألف سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. إن شاء الله ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ ആയത്തുകൾ യഹൂദ വിഭാഗത്തിന്റെ സ്വഭാവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പരലോകം അവർക്ക് മാത്രമാണുള്ളതാണെന്ന്, അവർക്ക് മാത്രമാണ് പരലോകത്തെ രക്ഷയുള്ളത്, അവരാണ് പരലോകത്ത് വിജയികളായി വരിക എന്ന അവരുടെ അവകാശവാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ മരണത്തെ വേഗം ആഗ്രഹിക്കുക. കാരണം മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരലോക വിജയമുണ്ടല്ലോ. മരണം ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം മരണത്തോടല്ല, ജീവിതത്തോട് ഏറ്റവും അധികം കൊതിയുള്ള വിഭാഗമാണ് യഹൂദന്മാർ.
അവർക്കൊരു മരണം ആഗ്രഹിക്കാനില്ല. അവർക്ക് പരലോക വിശ്വാസം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ അവർ അവകാശപ്പെടുന്നതോ പരലോകത്ത് അവർ മാത്രമാണ് വിജയിക്കുക എന്നാണ്. പക്ഷേ ആ പരലോകത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിശ്വാസമില്ലെന്ന് മാത്രമല്ല, ജീവിതത്തോട്, ദുനിയാവിനോട് അമിതമായ ആർത്തിയുള്ളവരാകുന്നു ആ വിഭാഗം ആളുകൾ. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തി. അല്ലാഹു അവരോട് പറയുന്നത്, എങ്കിൽ നിങ്ങൾ നിങ്ങൾ മരണത്തെ കൊതിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് അങ്ങനെ മരണത്തെ കൊതിക്കാൻ ഒരിക്കലും സാധിക്കില്ല. വലയത്തമന്നഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം. കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം തന്നെ അവരുടെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണം ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ. അല്ലാഹുവിനറിയാം അക്രമികൾ ആരാണ് യഥാർത്ഥത്തിലുള്ള അക്രമികൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ കൃത്യമായിട്ടറിയാം. എന്നാൽ അതുപോലെ തന്നെ ജീവിതത്തോട് വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ജീവിതത്തോട് അങ്ങേയറ്റത്തെ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരാകുന്നു അവർ. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളെക്കാൾ കൂടുതൽ, അതാണ് ബഹുദൈവ വിശ്വാസികളെക്കാൾ ജീവിതത്തോട് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ളവരാകുന്നു അവർ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മെ തുണക്കുമാറാവട്ടെ. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിജ്ഞാനങ്ങളെ മറ്റെല്ലാ തരത്തിലുമുള്ള ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് നേർക്കുനേരെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ അത് കൃത്യമായി മനസ്സിലാക്കുക, ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് അല്ലാഹുവിൻ്റെ വഹയ്യാകുന്നു. നമുക്കറിയാത്ത ഒരുപാട് വിജ്ഞാനങ്ങളാകുന്നു യഥാർത്ഥത്തിൽ നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അധികവും ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളുമൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾക്ക് മുമ്പിൽ അത് സമർപ്പിക്കുക. അതിൽ നിന്ന് വരുന്നതിനെ നേർക്കുനേരെ നാം അംഗീകരിക്കുകയും ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. والسلام عليكم ورحمة